ചമ്പൽക്കാടുകളുടെ റാണി കൊടിയ പീഡനങ്ങളെയും ജാതീയമായ അവഗണനയെയും ആത്മധൈര്യം കൊണ്ട് നേരിട്ട പൂലൻ ദേവിയുടെ ഓർമ്മകൾക്ക് 25 വയസ്സ്. ജാതി കോമരങ്ങൾ കൊള്ളക്കാരിയെന്ന് മുദ്രകുത്തിയ പൂലൻ ഒരേ സമയം അനീതിക്കെതിരെ പോരാടിയ ധീരയായ വിപ്ലവകാരിയും ചെറുത്തുനിൽപ്പിന്റെ പ്രതീകവുമാണ്. ഒരു സാധാരണ സ്ത്രീക്ക് എത്രത്തോളം പ്രതിരോധിക്കാൻ കഴിയും? ക്രൂരമായ പീഡനങ്ങൾക്കും ജാതീയമായ അവഗണനകൾക്കും ഇരയായ ഒരു പെൺകുട്ടി, തോക്കെടുത്ത് ഒരു നാടിനെ മുഴുവൻ വിറപ്പിച്ച കൊള്ളറാണിയായി മാറിയ ചരിത്രമാണ് ചമ്പൽക്കാടുകൾക്ക് പറയാനുള്ളത്. പൂലൻ ദേവി. ചിലർക്ക് അവൾ ക്രൂരയായ കൊലപാതകിയാണ്, എന്നാൽ മറ്റു ചിലർക്ക് അവൾ അനീതിക്കെതിരെ പോരാടിയ ധീരയായ വനിതയാണ്. ആരായിരുന്നു യഥാർത്ഥത്തിൽ പൂലൻ ദേവി? ഉത്തർപ്രദേശിലെ ഒരു മീൻപിടുത്ത കുടുംബത്തിൽ ജനിച്ച പൂലൻ 11ാം വയസ്സിൽ 4 ഇരട്ടി പ്രായമുള്ള ആളെ വിവാഹം ചെയ്യുന്നു. അവിടെ അവൾ ക്രൂരമായ ലൈംഗിക ശാരീരിക പീഡനങ്ങൾക്ക് ഇരയാവുന്നു. പിന്നീട് അങ്ങോട്ട് നേരിട്ടതെല്ലാം കൊടിയ പീഡനങ്ങളും അവഗണനകളുമായിരുന്നു. ഉന്നത ജാതിക്കാരും പോലീസും അവളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ജീവൻ രക്ഷിക്കാൻ അവൾ ചമ്പൽക്കാടുകളിലേക്ക് ഓടിപ്പോയി. അധികം വൈകാതെ അവൾ കാടുകളുടെ റാണിയായി മാറി. പണക്കാരെ കൊള്ളയടിച്ച് പാവങ്ങൾക്ക് വീതിച്ചു നൽകിയ പൂലൻ സാധാരണക്കാരുടെ പ്രിയങ്കരിയായി. ബഹ്മൈ എന്ന ഗ്രാമം ചമ്പൽ കൊള്ളക്കാർ ആക്രമിച്ചതിന്റെ പിറ്റേന്നാണ് പൂലൻ ദേവി എന്ന പേര് ഇന്ത്യ കേൾക്കുന്നത്. ബഹ്മൈ കൂട്ടക്കൊല ഇന്ത്യയെ നടുക്കിയ സംഭവമായിരുന്നു. എന്നാൽ അതിനു പിന്നിൽ പൂലൻ അനുഭവിക്കേണ്ടി വന്ന കൊടിയ പീഡനത്തിന്റെ യാഥാർത്ഥ്യം പറയാനുണ്ട്. ഉയർന്ന ജാതിക്കാരായ താക്കൂർമാർ പൂലനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്തു. ആ അപമാനത്തിന് പ്രതികാരമായി ബഹ്മൈ എന്ന ഗ്രാമത്തിൽ വെച്ച് പൂലനും സംഘവും 20 താക്കൂർ വിഭാഗക്കാരെ വരിവരിയായി നിർത്തി വെടിവെച്ചു കൊന്നു. ഇതായിരുന്നു ബഹ്മൈ കൂട്ടക്കൊല. ബഹ്മൈ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇന്ത്യൻ പോലീസ് പൂലനായി വലവിരിച്ചു. ഒടുവിൽ 1983 കടുത്ത ഉപാധികളോടെ അവർ മധ്യപ്രദേശ് സർക്കാരിന് മുന്നിൽ കീഴടങ്ങി. വിചാരണയില്ലാതെ 11 വർഷം ജയിലിൽ കഴിഞ്ഞ അവൾ 1994 മോചിതയായി. എന്നാൽ കഥ അവിടെ തീർന്നില്ല. തോക്കേന്റെ കൈകളിൽ അവൾ ജനാധിപത്യത്തിന്റെ വോട്ടധികാരം ഏറ്റെടുത്തു. സമാജ്വാദ് പാർട്ടിയിലൂടെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച പൂലൻ ദേവി ഉത്തർപ്രദേശിലെ മിർസാപൂരിൽ നിന്നും 2 തവണ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ പ്രതികാരത്തിന്റെ തീ അപ്പോഴും അണഞ്ഞിരുന്നില്ല. 2001 ജൂലൈ 25 തന്റെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ വെച്ച് ഷേർ സിംഗ് റാണ എന്നയാളുടെ നേതൃത്വത്തിലുള്ള സംഘം പൂലൻ ദേവിയെ വെടിവെച്ചു കൊന്നു. ബഹ്മൈ കൂട്ടക്കൊലയ്ക്കുള്ള പ്രതികാരമായിരുന്നു അതെന്ന് കൊലപാതകികൾ പറഞ്ഞു. 38 വർഷത്തെ ആ ചെറിയ ജീവിതത്തിൽ പൂലൻ നേരിട്ടത് കടുത്ത അനീതികളായിരുന്നു. നിയമം കയ്യിലെടുത്ത കൊള്ളക്കാരി എന്നതിനപ്പുറം വ്യവസ്ഥിതികളോട് പോരാടിയ ഒരു സ്ത്രീയുടെ പ്രതീകമായി ഇന്നും പൂലൻ ദേവി ഓർമ്മിക്കപ്പെടും. ശരണ്യ പൊയ്യേരി, ന്യൂസ് ഡെസ്ക്, കൈരളി.